ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സൈനിക നടപടികൾക്ക് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി സ്പെയിൻ. സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസിന്റെ കർക്കശമായ നിലപാടിനെ തുടർന്ന് സ്പെയിനിലെ റോത മൊറോൺ സൈനിക താവളങ്ങളിൽ നിന്ന് 15 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗസ യുദ്ധകാലം മുതൽ പെട്രോയും സ്പെയിനും തുടരുന്ന നിലപാട് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് പുതിയ നീക്കങ്ങൾ. സ്പാനിഷ് പരമാധികാരത്തിന് കീഴിലുള്ള സൈനിക താവളങ്ങൾ ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിന് ഉപയോഗിക്കരുതെന്ന് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസ് ഇതിനു പിന്നാലെ വ്യക്തമാക്കി. സ്പെയിനിലെ സൈനിക താവളങ്ങൾ അമേരിക്കയുമായി സംയുക്തമായാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവ സ്പാനിഷ് പരമാധികാരത്തിന് കീഴിലാണെന്ന് അൽബാരസ് ഓർമ്മിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന് നിരക്കാത്തതോ അമേരിക്കയുമായുള്ള ഉഭയകക്ഷി കരാറിൽ ഇല്ലാത്തതോ ആയ ഒരു കാര്യത്തിനും തങ്ങളുടെ താവളങ്ങൾ വിട്ടുകൊടുക്കില്ലെന്ന് അദ്ദേഹം ടെലിസിൻകോ ചാനലിനോട് പറഞ്ഞു. ഇതോടെ ഇന്ധനം നിറക്കാൻ ഉപയോഗിക്കുന്ന ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള 9 വിമാനങ്ങൾ ജർമ്മനിയിലെ റാംസ്റ്റീൻ എയർബേസിലേക്ക് മാറ്റി. മറ്റ് 4 വിമാനങ്ങൾ ഫ്രാൻസ് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയതെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 പുറത്തുവിട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. 2 വിമാനങ്ങൾ താവളത്തിൽ നിന്ന് പറന്നുയർന്നെങ്കിലും എങ്ങോട്ടേക്കാണ് പോയതെന്ന് വ്യക്തമല്ല. ശനിയാഴ്ച ഇറാനെതിരെ US-ഇസ്രായേൽ സംയുക്ത ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് സ്പെയിനിൽ നിന്ന് അമേരിക്കൻ വിമാനങ്ങൾ മാറ്റിയത്. അതേസമയം തുടക്കത്തിൽ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ച ബ്രിട്ടൻ പിന്നീട് നിലപാട് മാറ്റി അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂട്ടുത്തരവാദിത്തമുള്ള പ്രതിരോധം എന്ന പേരിൽ തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ അനുമതി നൽകിയപ്പോൾ സ്പെയിൻ തങ്ങളുടെ ശക്തമായ വിയോജിപ്പിൽ ഉറച്ചുനിന്നു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെ സ്പെയിൻ ശക്തമായി അപലപിച്ചിരുന്നു. നേരത്തെ ഇസ്രായേലിനെതിരെയും ശക്തമായി രംഗത്തെത്തിയ രാജ്യമാണ് സ്പെയിൻ. യൂറോപ്യൻ യൂണിയനിലെ ഉപരോധ നീക്കങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് അവരായിരുന്നു. കഴിഞ്ഞ വർഷം ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതും വലിയ ശ്രദ്ധ നേടിയിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ US-ഇസ്രായേൽ നിലപാടിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഏക രാജ്യമായി സ്പെയിൻ മാറിയത് ഇവരുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണവും 6 US സൈനികർ കൊല്ലപ്പെട്ടതും മേഖലയിൽ യുദ്ധം രൂക്ഷമാക്കിയിരിക്കുകയാണ്. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് നെതന്യാഹു അവകാശപ്പെടുമ്പോഴും യൂറോപ്പിൽ നിന്നുള്ള സ്പെയിനിന്റെ ഉൾപ്പെടെയുള്ള ശക്തമായ നിലപാടുകൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്.